ബ്രഹ്മപുത്ര നദിയാൽ ചുറ്റപ്പെട്ട ലോകത്തെ ഏറ്റവും വലിയ നദീദ്വീപ് മജൂളി ദ്വീപിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര ആസാമിലെ മജൂളി ദ്വീപിലേക്കാണ്. പ്രത്യേകമായ സാംസ്കാരിക വൈവിധ്യങ്ങൾ നിലനിർത്തുന്ന ആസാമിൻ്റെ വടക്കേ അറ്റത്തുള്ള മജൂളി ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര. ഏവർക്കും സ്വാഗതം. ഒരു ഓട്ടോയിൽ, ഷെയർഡ് ഓട്ടോയിൽ, ടാക്സി ഓട്ടോയിൽ 200 രൂപ കൊടുത്തിട്ടാണ് ജോർഹട്ടിൽ നിന്ന് നിമാട്ടിഘട്ടിൽ പോകുന്നത്. ഇത് ഷെയർഡ് ഓട്ടോ. ധാരാളം കാഴ്ചകൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ നിമാട്ടിഘട്ടിൽ നിന്ന് ജോർഹട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ഈ ഷെയർഡ് ഓട്ടോയിൽ കയറിയിട്ടാണ് വരുന്നത്. ടാക്സി വിളിച്ചാൽ കൂടുതൽ പൈസ കൊടുക്കണം. നമ്മൾ നേരെ ടാക്സിക്ക് കൂടുതൽ പൈസ കൊടുക്കണം നമ്മൾ. അതുകൊണ്ടാണ് നേരെ നിമാട്ടിഘട്ടിലേക്ക് ഓട്ടോയിൽ പോകുന്നത്. അപ്പോൾ 15 കിലോമീറ്റർ ദൂരമാണ് സഞ്ചരിക്കാൻ. ഏകദേശം 3/4 മണിക്കൂർ എടുക്കും. നമ്മളിവിടെ ഈ ഓട്ടോ ഇറങ്ങിയിട്ട് സുഹൃത്തുക്കളെ നമ്മളിതാ നേരെ നടന്നിട്ട് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അതവിടെ ടിക്കറ്റ് കൗണ്ടറാണ്. ഒരാൾക്ക് 20 രൂപയാണ് ഇവിടെ കൊടുക്കേണ്ടത്. 20 രൂപ കൊടുത്താൽ നമുക്ക് ഏതാണ്ട് 1 മണിക്കൂർ ഈ ബ്രഹ്മപുത്ര നദിയിലൂടെയുള്ള യാത്രയ്ക്ക് വാങ്ങുന്നത് കേവലം 20 രൂപ മാത്രമാണ്. ആളുകളൊക്കെ വളരെ അച്ചടക്കത്തിലും വളരെ സഹകരണത്തോടു കൂടിയാണ്. ഇപ്പോൾ നമ്മൾ മലയാളിയാണെന്ന് അറിയുന്ന സമയത്ത് അവർ കുറച്ചുകൂടെ സഹകരണം നമുക്ക് വഴിമാറി തന്ന് എല്ലാ സഹകരണവും കാണിക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് ഇനി ബോട്ടിലേക്ക് പോകണം. ഒരു ടിക്കറ്റ് 20 രൂപ. एक टिकट के लिए 20 रुपये है. इधर से മജൂളി जाने के निमाटीघट से മജൂളി. നിമാട്ടിഘട്ടിൽ നിന്ന് മജൂളിയിൽ പോകാൻ ഒരു ടിക്കറ്റിന് 20 രൂപയാണ് ഈടാക്കുന്നത്. വളരെ ചുരുങ്ങിയ പൈസ. മണിക്കൂറിൽ ഇടപെട്ട് നേരെ കൗണ്ടറിൽ പോയിട്ട് നേരെ ബോട്ടിൻ്റെ നമ്മുടെ നിർത്തിയ സ്ഥലത്തേക്ക്. ഈ വഴിയൊക്കെ ഒരു കണക്കാണ്. മജൂളി ഐലൻഡിലേക്ക് ലോകം മുഴുവനുള്ള സഞ്ചാരികൾ വരുന്നൊരു വഴിയാണ്. അതിൻ്റെ അവസ്ഥ ഓരോ മണിക്കൂറിൽ ഓരോ ബോട്ട് ഇവിടുന്ന് പുറപ്പെടും. നമ്മുടെ ബോട്ട് ഇവിടെ നിന്നാണ് പുറപ്പെടുന്നത്. നേരെ നോക്കിയേ, ലോകത്ത് ഏറ്റവും വലിയ ഫ്രഷ് വാട്ടറിനാൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപാണ്. അത്രമാത്രം സഞ്ചാരികൾ വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഒരു സ്ഥിതി, ഈ റോഡ്, ആളുകൾ ലഗേജൊക്കെ ആയിട്ട് പോകുന്ന സ്ഥലത്തിൻ്റെ ഒരു അവസ്ഥ നോക്കിയാൽ വളരെ പരിതാപകരമാണ്. ഒരു തരത്തിൽ നമുക്ക് ഈ ബോട്ടിൽ കയറിയിട്ട് ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്യണം. നല്ലൊരു അനുഭവമാണ്. ബ്രഹ്മപുത്ര നദി ബോട്ടിൽ ക്രോസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലൊരു അനുഭവമാണ്. നോക്കിയേ, എത്രയോ വണ്ടികൾ, വലിയ വണ്ടികൾ ഈ ബോട്ടിൽ കയറ്റിയിട്ടുണ്ട്. ഏതാണ്ട് 10-20ഓളം കാറുകൾ ഈ ബോട്ടിൽ കയറ്റാൻ പറ്റും. അതുപോലെ യാത്രക്കാരുണ്ട്, ലഗേജ് ഉണ്ട്, എല്ലാം ആയിട്ടാണ് ബോട്ട് പുറപ്പെടുന്നത്. നോക്കിയ എല്ലാ മോട്ടോർ സൈക്കിൾ കയറ്റുന്നു, കാറ് കയറ്റുന്നു, എല്ലാം ഉണ്ട്. ഓട്ടോറിക്ഷ കയറ്റുന്നുണ്ട്. ആളുകൾ വന്ന് നിറഞ്ഞ് ബോട്ട് നിറയാണ്. ആളുകളൊക്കെ നല്ല പെരുമാറ്റമാണ്. ഒരു തരത്തിലുള്ള ശണ്ടയില്ല, മറ്റു ബഹളമില്ല. എല്ലാവരും എല്ലാ ആളുകളും നല്ല സഹകരണത്തോടെയാണ്. അപ്പോൾ താഴെ സീറ്റ് ഏകദേശമൊക്കെ തന്നെ ഫുള്ളാണെന്ന് തോന്നുന്നു. താഴെ ഇറങ്ങി നോക്കിയിട്ട് അവിടെ സീറ്റൊക്കെ ഏകദേശം ഫുള്ളാണ്. തന്നെയല്ല, പുറത്ത് കാഴ്ചകൾ കണ്ട് ഷൂട്ട് ചെയ്യണേ. അപ്പോൾ എനിക്ക് അവിടെ സീറ്റ് ഫുള്ളാന്ന് കണ്ടപ്പോൾ എൻ്റെ കയ്യിൽ ലഗേജും എല്ലാം കണ്ട് മലയാളിയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ അവിടെയുള്ളൊരു സുഹൃത്ത് എനിക്കൊരു സീറ്റ് ഒഴിവാക്കി തന്നു. അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. കാരണം എനിക്ക് ചുറ്റുവട്ടത്തുള്ള കാഴ്ചകൾ പകർത്താനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ എനിക്ക് അവിടെ സീറ്റ് കിട്ടി. പക്ഷേ എനിക്ക് അപ്പോൾ ഞാൻ മുകളിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു സുഹൃത്ത് എനിക്ക് അപ്പോൾ നേരെ മുകളിൽ ഷൂട്ടിങ്ങിന് വേണ്ടി ഞാൻ മുകളിലോട്ട് തിരിച്ചു പോകുന്നു. ഇവിടെ മുകളിൽ നിന്ന് മാത്രമേ നന്നായിട്ട് കാണാൻ കഴിയുള്ളൂ. നോക്കിയേ, അപ്പോൾ ഈ ബോട്ട് നിറയെ വാഹനങ്ങളാണ്. നല്ല ഭാരത്തോടു കൂടിയാണ് ബോട്ട് പുറപ്പെടുന്നത്. എല്ലാം ഉണ്ട്. എല്ലാ ആളുകളും ഇതിൽ കയറി നമ്മുടെ ബോട്ട് പതുക്കെ പുറപ്പെടുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ശുദ്ധജലത്താൽ ബ്രഹ്മപുത്ര നദിയാൽ ചുറ്റപ്പെട്ട മജൂളി ദ്വീപിലേക്കാണ് നമ്മുടെ യാത്ര. ജീവിതത്തിൽ വലിയൊരു അനുഭവം നൽകുന്ന യാത്രയാണ്. ഏതായാലും ഈ യാത്ര നേരെ മജൂളി ദ്വീപിലേക്ക് ഈ ബോട്ട് അല്പസമയത്തിനുള്ളിൽ ഇവിടുന്ന് പുറപ്പെടും. അത് പുറപ്പെട്ടു, എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ താഴെ എൻ്റെയൊക്കെ സുഹൃത്തുക്കൾ താഴെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ച് വന്നതാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽ താഴേക്കാളും സ്ഥലങ്ങൾ കാണാൻ സൗകര്യം മുകളിലാണ്. അപ്പോൾ എനിക്കത് ആ മൂലയിലൊരു സീറ്റ് കിട്ടി. ഒരു സുഹൃത്ത് എനിക്കവിടെ ഒരു സീറ്റ്, ഈ ഒരു ആസാമിൽ നിന്നുള്ള ഒരാൾ എന്നെ കണ്ടപ്പോൾ അവിടെ ഒരു സീറ്റ്, യാത്രക്കാരനാണ്, കേരളത്തിൽ നിന്നാണെന്നൊക്കെ മനസ്സിലായപ്പോൾ അയാൾ സീറ്റ് അവിടെ ഉപയോഗിക്കുന്നു. ഒരു വിൻഡോ സീറ്റ് തന്നെ, ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിൽ. അപ്പോൾ ഞാനവിടെ ഇരുന്ന് എൻ്റെ ഒരു സ്വപ്നമാണ് ഈ മജൂളി. ഒരിക്കലും വന്ന് മടങ്ങിപ്പോയത് അവിടെ വരാൻ കഴിയാതെ. കാരണം
സമയം വൈകിപ്പോയി എന്ന് വെച്ചാൽ ട്രെയിൻ ആക്സിഡൻറ്റ് കൊറോമണ്ടലിൽ ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് കാരണം ആസാമിലെത്താൻ വൈകി. അപ്പോൾ എൻ്റെ മറ്റ് പ്രോഗ്രാമുകൾ റദ്ദാവുന്നതുകൊണ്ട് ഞാൻ ഈ മജൂലി സ്വപ്നം വീണ്ടും അത് വരാനുള്ളൊരാഗ്രഹം മനസ്സിൽ കൊണ്ടുവരണം. അങ്ങനെയാണ് ഇപ്പോൾ വരുന്നത്. നമ്മുടെ ബോട്ട് പുറപ്പെട്ടത് ആ ബ്രഹ്മപുത്ര നദിയുടെ മധ്യഭാഗത്തെത്തി. ഇഷ്ടംപോലെ വെള്ളമുള്ള, നമുക്കറിയാം ഈ ഹിമാലയൻ നദികൾ, നിമാട്ടിഘട്ട് എന്ന് പറയുന്ന ബ്രഹ്മപുത്രയുടെ മറുവശത്ത് നിന്ന് മജൂലി ഐലൻഡിലേക്ക് ഉള്ള യാത്രയിലാണ്. ഇന്ത്യയിലെ ലാർജസ്റ്റ് ഫ്രഷ് വാട്ടർ ഐലൻഡാണ്. ഫ്രഷ് വാട്ടർ ചുറ്റപ്പെട്ട ബ്രഹ്മപുത്രയിൽ ചുറ്റപ്പെട്ട ഐലൻഡാണ് മജൂലി. നേരത്തെ ഒരിക്കൽ വന്ന് മടങ്ങി പോയതാണ് ട്രെയിൻ നഷ്ടം. ആ ദുഃഖം കൂടെ തീർത്തുകൊണ്ടാണ് ഇന്ന് മജൂലി ഐലൻഡിലേക്ക് ഇന്ന് ഈ ബ്രഹ്മപുത്ര നദി ബോട്ടിൽ ധാരാളം ആളുകളുണ്ട്. കാറുകൾക്കൊക്കെ ഈ മജൂലി ദ്വീപിലേക്കുള്ള വാഹനങ്ങളും ജനങ്ങളൊക്കെ തന്നെ ഈ ബോട്ടിലാണ് പോകുന്നത്. നദി വലിയ ബ്രഹ്മപുത്ര നദി ക്രോസ് ചെയ്തുകൊണ്ട് 1 മണിക്കൂർ കൊണ്ടാണ് ക്രോസ് ചെയ്യുന്നത്. യാത്രയും രസകരമായ അനുഭവമാണ്. തീർച്ചും രസകരമായ ഒരു അനുഭവം. ഇത് രാഹുൽ ദാസ് നമുക്ക് എല്ലാ സഹായവും ചെയ്ത് ബോട്ടിൽ വെച്ചിട്ട് ഷൂട്ട് ചെയ്യാനും നമ്മുടെ ടിക്കറ്റ് എടുക്കാനും ഒക്കെ തന്നെ സഹായിച്ച ഒരു പയ്യനാണ്. വലിയ ഹെൽപ്ഫുള്ളായി. ഹായ് രാഹുൽ, താങ്ക് യു. നമ്മുടെ ബോട്ട് മുന്നോട്ട് നീങ്ങുകയാണ്. ഈ വെള്ളം ഇത് നേരെ സുന്ദർബാൻ ഡെൽറ്റയിലാണ് ഈ ബ്രഹ്മപുത്ര നദി അവസാനിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ, ആസാമിലും എല്ലാം കൂടെ ആയിട്ട് ഏതാണ്ട് 26,000 സ്ക്വയർ കിലോമീറ്റർ ചുറ്റളവിലുള്ള വലിയ ലോകത്തെ ഏറ്റവും വലിയ ഡെൽറ്റ മാൻഗ്രൂവ് ഫോറസ്റ്റാണ് ഈ ബ്രഹ്മപുത്രയും ഗംഗാ നദിയും ചേർന്നുകൊണ്ട് ഈ ഭാഗത്ത് സൃഷ്ടിക്കുന്നത്. ഏതായാലും നമ്മൾ മജൂലിയിലേക്കുള്ള ഈ ബോട്ട് അങ്ങനെ സഞ്ചരിക്കുകയാണ്. 1 മണിക്കൂർ യാത്രയുണ്ട്. യാത്ര ഒരു പ്രത്യേക അനുഭൂതിയാണ്. കാരണം പുഴയിലൂടെയുള്ള ഒരു ബോട്ടിങ് ഞാൻ ആദ്യമായിട്ടാണ് നടത്തുന്നത്. ഇതേപോലെ പുഴയിലൂടെ ക്രോസ് ചെയ്യുന്നത് ആദ്യമായിട്ട്. ആളുകളൊക്കെ തന്നെ സന്ദർശകരുണ്ട്, ബംഗാളി സന്ദർശകരാണ്, അവരുണ്ട്. വലിയൊരു മൈതാനം കണക്ക് ഒരു ബീച്ച്, അതായത് ബ്രഹ്മപുത്ര നദിയുടെ തീരത്ത് ഒരു വിശാലമായ ബീച്ച് തന്നെ അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. ബീച്ച് എന്ന് പറഞ്ഞൂടെ, ഒരു പുഴയുടെ തീരം അവിടെ രൂപം കൊണ്ടിട്ടുണ്ട്. നല്ല മണൽത്തിട്ടയാണ്, മനോഹരമായ ഒരു പ്രദേശമാണ്. പ്രത്യേകമായ ജീവിത രീതികളുള്ള ഒരു സമൂഹമാണ് ഇവിടെ മജൂലിയിൽ ജീവിക്കുന്നത്. അപ്പോൾ അവരൊക്കെ കാണണം, അവരുടെ ഭക്ഷണ രീതി മനസ്സിലാക്കണം, അവരുടെ സംസ്കാരം മനസ്സിലാക്കണം, അവരുടെ മറ്റെല്ലാ പ്രവർത്തനങ്ങളും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ആ ബോട്ട് എത്തി. അപ്പോൾ നമുക്ക് ഈ ബോട്ട് മജൂലിയിൽ എത്തിയാൽ ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിക്കും. മജൂലിയിലെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ നിങ്ങളുടെ മുമ്പാകെ എത്തും. ആ വീഡിയോ കൂടെ കാണണം. മജൂലിയിലെ സംസ്കാരവും ജനങ്ങളും ഒക്കെ തന്നെ 1-2 വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പാകെ എത്തിക്കും. എല്ലാവരും കാണണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. എല്ലാവരും ഇത് കാണണമെന്ന് ഒരിക്കൽ കൂടെ അഭ്യർത്ഥിക്കുകയാണ്. കാണുന്ന ആളുകൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം. അവിടെ ഇറങ്ങാൻ മജൂലി ഇറങ്ങുകയാണ്. ടാക്സിക്കാരൊക്കെ തന്നെ പുറകെ അവിടെ ടാക്സി എന്ന് പറയും, ഓട്ടോക്കാർ കാത്തിരിക്കുന്നുണ്ട്. അവർ വിളിക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ഇരിക്കാം. നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് വേഗം വരാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. अभी आप रुको, कहाँ जाएगा अभी?